എല്ലാവർക്കും ക്യൂസ് ബഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ് SCERT ബേസിക് സയൻസിൻ്റെ 15ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതങ്ങളെന്നും ഭിന്നാത്മക മിശ്രിതങ്ങളെന്നും തരംതിരിക്കാം. ഹോമോജീനസ് മിക്സറിന് ഉദാഹരണങ്ങളായിരുന്നു ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി തുടങ്ങിയവ. ഹെട്രോജീനസ് മിക്സറിന് ഉദാഹരണം എന്തൊക്കെയായിരുന്നു? ഉപ്പും മണലും ചേർന്ന മിശ്രിതം, ചെളിവെള്ളം, മണ്ണെണ്ണയും വെള്ളവും ചേർന്ന മിശ്രിതം എല്ലാം. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിശ്രിതങ്ങളെ യഥാർത്ഥ ലായനി, അതായത് ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്സ്, സസ്പെൻഷൻ എന്നിങ്ങനെ മൂന്നായി വീണ്ടും തരംതിരിക്കാം. നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. 3 ബീക്കറുകളിലായി ഒരേ അളവിൽ ജലമെടുക്കുക. ഒന്നാമത്തേതിൽ കോപ്പർ സൾഫേറ്റ് തരികളും രണ്ടാമത്തേതിൽ പാലും മൂന്നാമത്തേതിൽ ചോക്കുപൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. ബീക്കറുകൾ അല്പസമയം അനക്കാതെ വയ്ക്കുക. കോപ്പർ സൾഫേറ്റും ജലവുമായുള്ള മിക്സർ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ സൾഫേറ്റ് അയോൺസ് ആയിട്ടോ അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിട്ടോ ആയിരിക്കും അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. അതായത് അതിലെ ഘടകപദാർത്ഥങ്ങൾ വളരെ ചെറുതാണ്. ഇത്രയും ചെറുതായതുകൊണ്ട് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് അരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ കോപ്പർ സൾഫേറ്റ് ലായനി എത്ര ദിവസം വച്ചിരുന്നാലും പദാർത്ഥങ്ങൾ താഴെ അടിയുകയുമില്ല. ഇനി ഈ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് ശക്തമായ പ്രകാശബീം കടത്തിവിടുക. പ്രകാശത്തിൻ്റെ പാത നമുക്ക് ദൃശ്യമാവുകയില്ല. അതായത് ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുകയാണെങ്കിൽ ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ കഴിയില്ല. ശക്തമായ പ്രകാശബീം കടത്തിവിട്ടാൽ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാവുകയില്ല. അനക്കാതെ വയ്ക്കുകയാണെങ്കിൽ പദാർത്ഥം അടിയുന്നുണ്ടോ? പദാർത്ഥം അടിയുന്നില്ല. കാരണം എന്തായിരിക്കും? ഈ കണികകൾ മോളിക്യൂൾസ് ആയിട്ടോ അല്ലെങ്കിൽ അയോൺസോ ആയിട്ടായിരിക്കും ലയിച്ചു ചേർന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചോക്കുപൊടിയും ജലവും കൂടിയുള്ള മിശ്രിതം ഒന്ന് പരിശോധിക്കാം. ചോക്കുപൊടിയും ജലവും കൂടിയുള്ള മിശ്രിതത്തിൽ വലിയ കണികകളാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഇത് അരിക്കാൻ സാധിക്കും. കുറേ നേരം അനക്കാതെ വെച്ചിരുന്നാൽ പദാർത്ഥം അടിയുകയും ചെയ്യും. അതിനുള്ളിലെ ചോക്കുപൊടി അടിയുകയും ചെയ്യും. ശക്തമായ പ്രകാശബീം കടത്തിവിടുകയാണെങ്കിൽ അത് പ്രകാശത്തെ കടത്തിവിടുന്നില്ല. ഇനി മൂന്നാമത്തെ ബീക്കർ എടുക്കുക. അതിലെന്തായിരുന്നു? പാലും ജലവും കൂടിയുള്ള മിശ്രിതമാണ്. അത് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല. കാരണം അതിനുള്ളിലെ കണികകൾ വളരെ ചെറുതാണ്. അനക്കാതെ വെച്ചാൽ പദാർത്ഥം അടിയുന്നുണ്ടോ? പദാർത്ഥം അടിയുന്നുമില്ല. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ചാൽ ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിഞ്ഞില്ല. അനക്കാതെ വെച്ചപ്പോൾ പദാർത്ഥം അടിയുന്നുമില്ല. ഈ 2 പ്രോപ്പർട്ടിയും നമ്മൾ ട്രൂ സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ ലായനിയുടെ അതേ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് അല്ലേ? എന്നാൽ മൂന്നാമത്തത് നോക്ക്. ശക്തമായ പ്രകാശബീം കടത്തിവിട്ട് നോക്കി. എന്താ സംഭവിക്കുന്നത്? പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. അപ്പോൾ യഥാർത്ഥ ലായനിയും കൊളോയിഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് പ്രകാശബീം കടത്തിവിട്ടാൽ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാകും. കൊളോയിഡുകളിൽ അല്പം കൂടി വലിയ ലീന കണികകളാണ് ഉള്ളത്. ഈ കണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുകയും പ്രകാശപാത ദൃശ്യമാക്കുകയും ചെയ്യുന്നു. കൊളോയിഡുകളിൽ യഥാർത്ഥ ലായനിയെ അപേക്ഷിച്ച് ലീന കണികകൾ വലുതായിരിക്കും. ഈ കണികകളിൽ പ്രകാശം വന്ന് പതിക്കുകയും അവ പ്രകാശത്തെ വിസരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രകാശപാത ദൃശ്യമാകുന്നു. മിശ്രിതങ്ങളുടെ സവിശേഷതകൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. ലായനിയിൽ ഘടകങ്ങളെ നമുക്ക് അരിച്ച് വേർതിരിക്കാൻ കഴിഞ്ഞില്ല. കൊളോയിഡിലും അരിച്ച് വേർതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സസ്പെൻഷനിലോ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അരിച്ച് വേർതിരിക്കാൻ കഴിഞ്ഞു. ശക്തമായ പ്രകാശബീം കടത്തിവിട്ടപ്പോൾ ലായനിയിലും സസ്പെൻഷനിലും പ്രകാശത്തെ കടത്തിവിട്ടില്ല. എന്നാൽ കൊളോയിഡിൽ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമായി. കുറേ നേരം അനക്കാതെ വെച്ചു. ലായനിയിലും കൊളോയിഡിലും പദാർത്ഥം അടിഞ്ഞില്ല. എന്നാൽ സസ്പെൻഷനിൽ പദാർത്ഥം അടിഞ്ഞു. ലായനിയുടെ ഉദാഹരണം ഉപ്പ് ലായനി അല്ലെങ്കിൽ പഞ്ചസാര ലായനി. കൊളോയിഡിന് എക്സാമ്പിൾ പാലും ജലവും കൂടിയുള്ള മിക്സ്ചർ. സസ്പെൻഷൻ എക്സാമ്പിൾ ചെളിവെള്ളം. ഇനി 3 ബീക്കറിലൂടെയും പ്രകാശബീം കടത്തിവിട്ടുള്ള നിരീക്ഷണമാണ്. പ്രകാശബീം കാണാൻ സാധിച്ചത് നമുക്ക് കൊളോയിഡിലാണ് അല്ലേ? പാലും ജലവും കൂടിയുള്ള മിക്സ്ചറിലാണ്. കണികകൾ കാണാൻ സാധിച്ചത് ബീക്കർ 3യിലാണ് അല്ലേ? ചോക്കുപൊടിയും ജലവും കൂടിയുള്ള മിക്സ്ചറിലാണ്. യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിവ കണികകളുടെ വലിപ്പത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ ലായനിയിലെ കണികകളുടെ വലിപ്പം 1 നാനോമീറ്ററിന് താഴെയാണ്. കൊളോയിഡിലേത് 1 മുതൽ 100 നാനോമീറ്ററിന് ഇടയ്ക്കും
സസ്പെൻഷനിൽ കണികകളുടെ വലിപ്പം 100 നാനോമീറ്ററിന് മുകളിലുമാണ്. യഥാർത്ഥ ലായനിയിൽ 1 നാനോമീറ്ററിന് താഴെ, കൊളോയിഡിൽ 1നും 100നും ഇടയ്ക്ക്, സസ്പെൻഷനിൽ 100 നാനോമീറ്ററിന് മുകളിലുമായിരിക്കും. ലായനികളിൽ ലീന കണികകളുടെ വലിപ്പം വളരെ കുറവായതിനാലാണ് കണികകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാതിരുന്നത്. ഇവയിലെ കണികകൾ അതിസൂക്ഷ്മങ്ങളായതിനാൽ അവയ്ക്ക് പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പ്രകാശപാത കാണാൻ കഴിഞ്ഞില്ല. കൊളോയിഡുകളിൽ അല്പം കൂടി വലിയ ലീനകണികകളാണ് ഉള്ളത്. അതിനാൽ ഈ കണികകൾ പ്രകാശത്തെ വിസരിപ്പിക്കുകയും പ്രകാശപാത ദൃശ്യമാക്കുകയും ചെയ്തു. സസ്പെൻഷനുകളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ളവയാണ് സസ്പെൻഷൻ കണികകൾ. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത്. ഗുരുത്വാകർഷണം കാരണം അവ ക്രമേണ അടിയുകയും ചെയ്യുന്നു. മഷി, ചെളിവെള്ളം, മൂടൽമഞ്ഞ്, അന്തരീക്ഷവായു, പാൽ, പഞ്ചസാര ലായനി, നേർത്ത കഞ്ഞിവെള്ളം ഇവയെ യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിങ്ങനെ തരംതിരിക്കണം. പഞ്ചസാര ലായനി, മഷി, അന്തരീക്ഷവായു എന്നിവ ട്രൂ സൊല്യൂഷനാണ്. അന്തരീക്ഷവായു എന്ന് ഉദ്ദേശിക്കുന്നത് പൊടിപടലങ്ങൾ ഇല്ലാതെയുള്ള വായുവാണ്. മൂടൽമഞ്ഞ്, പാല്, നേർപ്പിച്ച കഞ്ഞിവെള്ളം എന്നിവ കൊളോയിഡിൽ ഉൾപ്പെടുന്നു. ചെളിവെള്ളം എന്നത് സസ്പെൻഷൻ ഉദാഹരണമാണ്. സിനിമാ തിയേറ്ററുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകളിലും പ്രൊജക്ടറിലൂടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പൊടിപടലങ്ങൾ ഉയർന്നാൽ പ്രകാശപാത നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. എന്തായിരിക്കും അതിന് കാരണം? നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു ബീക്കറിൽ 50 ml ജലം എടുത്ത് അതിൽ 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ്. സോഡിയം തയോസൾഫേറ്റിൻ്റെ വേറെ പേരെന്താണ്? ഹൈപ്പോ എന്നറിയപ്പെടുന്നതാണ് സോഡിയം തയോസൾഫേറ്റ്. ഈ സോഡിയം തയോസൾഫേറ്റ് 2 ഗ്രാം എടുത്ത് ഒരു ലായനി തയ്യാറാക്കുക. അതായത് ഇപ്പോൾ ജലവും സോഡിയം തയോസൾഫേറ്റും കൂടിയുള്ള ഒരു ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനി നമുക്ക് കിട്ടി. അതൊരു പ്രകാശപാതയിൽ വയ്ക്കുക. നമുക്ക് പ്രകാശപാത കാണാൻ സാധിക്കില്ല. കാരണം എന്താ? അതിപ്പോൾ യഥാർത്ഥ ലായനിയാണ്. അതിനുശേഷം നേർപ്പിച്ച 2-3 തുള്ളി ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൽ ചേർത്ത് ഇളക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ലായനി പതിയെ കൊളോയിഡ്സിന്റെ രൂപത്തിലേക്ക് മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ പ്രകാശത്തിന്റെ പാത ദൃശ്യമാവുകയും ചെയ്യും. ഇതിന് കാരണം എന്താ? ഈ സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ സൾഫർ ഉണ്ടാകുന്നു. ഈ പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് ഈ മിശ്രിതം ലായനിയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച ഉടനെ സൾഫർ ആറ്റങ്ങൾ കൂടുതലായി വേർതിരിയുകയും വലിപ്പം കൂടിയ കണികകളായി കൊളോയിഡ് രൂപത്തിലാവുകയും ചെയ്യുന്നു. കുറേ നേരം കഴിയുന്തോറും ഈ സൾഫർ കണികകളുടെ വലിപ്പം വർദ്ധിക്കുന്നു. വലിപ്പം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മിശ്രിതം സസ്പെൻഷനായി മാറുന്നു. സസ്പെൻഷനായി മാറിയാൽ സ്വാഭാവികമായും സൾഫർ താഴെ വന്ന് അടിയും. നമ്മൾ ഉപയോഗിക്കുന്ന പല ജ്യൂസുകളും കൊളോയിഡ് രൂപത്തിലുള്ളതാണ്. ഇവ എത്ര നാൾ സൂക്ഷിച്ചാലും താഴെ വന്ന് അടിയുന്നില്ല, അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഇവ താഴെ വന്ന് അടിയാതെ കുറേ കാലം അതേ കൊളോയിഡൽ അവസ്ഥയിൽ നിലനിൽക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ കുറേ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസിനെ സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നു. എന്താണ് സ്റ്റെബിലൈസറുകൾ? കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റെബിലൈസറുകൾ. അതിനുദാഹരണങ്ങൾ ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. കൃത്രിമ പാനീയങ്ങൾക്ക് നിറവും മണവും രുചിയുമൊക്കെ കൊടുത്ത് ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്ന കുറേ രാസവസ്തുക്കളുണ്ട്. അവ ഏതൊക്കെയാണ്? ടാർട്രസിൻ, എറിത്രോസിൻ, വാനിലിൻ, ഫോസ്ഫോറിക് ആസിഡ്, അലൈൻ ഹെക്സനോയേറ്റ് തുടങ്ങിയവയാണ്. ടാർട്രസിൻ എന്ന് പറഞ്ഞാൽ പാനീയങ്ങൾക്ക് മഞ്ഞ നിറം നൽകാനാണ് ഉപയോഗിക്കുന്നത്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നതാണ് ടാർട്രസിൻ. ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് എറിത്രോസിൻ. ചുവപ്പ് നിറം നൽകാൻ എറിത്രോസിൻ, മഞ്ഞ നിറം നൽകാൻ ടാർട്രസിൻ. രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് വാനിലിൻ. രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നത് വാനിലിൻ. പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. കൃത്രിമ പാനീയത്തിൽ പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. സുഗന്ധത്തിന്, പ്രത്യേകിച്ച് പൈനാപ്പിളിന്റെ സുഗന്ധത്തിന് കൊടുക്കുന്നതാണ് അലൈൻ ഹെക്സനോയേറ്റ്. പൈനാപ്പിളിന്റെ സുഗന്ധം ലഭിക്കാൻ വേണ്ടി ഭക്ഷ്യപദാർത്ഥത്തിൽ ചേർക്കുന്നതാണ് അലൈൻ ഹെക്സനോയേറ്റ്. കൃത്രിമ പാനീയങ്ങൾ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ അധികമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മുടെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയുള്ളത് വിലയിരുത്താം എന്ന പോർഷനാണ്. നിങ്ങൾ അതുകൂടി റെഫർ ചെയ്യുക.
ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.